السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 259 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട ആളുകൾ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി ആ പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. مثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. ألم تر إلى الذين بدلوا نعمة الله كفرا وأحلوا قومهم دار البوار جهنم يصلونها وبئس القرار. وجعلوا لله أندادا ليضلوا عن سبيله قل تمتعوا فإن مصيركم إلى النار. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 14 അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 25 മുതൽ 33 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 13ാമത്തെ ജുസ്ഇൽ 259 പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സത്യവിശ്വാസവും അവിശ്വാസിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, താരതമ്യം താരതമ്യം ചില ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ 24ാം ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പഠിച്ചത്. ഇനിയുള്ള 25, 26 ആയത്തുകളിലും ആ ആയത്തിൻ്റെ, ആ ഉദാഹരണത്തിൻ്റെ വിശദീകരണം തുടരുകയാണ്. നല്ലൊരു മരം, അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴത്തിൽ ഊന്നി നിൽക്കുന്നുണ്ട്. കൊടുങ്കാറ്റടിച്ചാലൊന്നും അതിൻ്റെ വേരിന് ഇളക്കം തട്ടൂല. അതിൻ്റെ ശാഖകൾ ഉയർന്നു നിൽക്കുകയാണ് ആകാശത്തേക്ക്. കൊടുങ്കാറ്റിൽ അത് പൊട്ടി വീഴുന്നില്ല. ഏത് പ്രതികൂല പരിതസ്ഥിതികളെയും അത് മല്ലിട്ട് ജയിക്കും. അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള പഴങ്ങൾ ജനങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും, നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു നല്ല വചനം പോലെയാണ്, നല്ല മരം പോലെയാണ് നല്ല വചനം. നല്ല വചനം എന്നത് അതിൽ ഏറ്റവും ഉത്തമമായത് അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. അപ്പോൾ സത്യവിശ്വാസിയുടെ ഖൽബിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിൽക്കുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും അവന് യാതൊരു സംശയവും ജനിക്കൂല. അവൻ്റെ വിശ്വാസം അചഞ്ചലമാണ്, സ്ഥിരപ്രതിഷ്ഠമാണ്. അവൻ്റെ പ്രവൃത്തികൾ ആ വിശ്വാസത്തിൻ്റെ നേർസാക്ഷ്യവുമാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത്തരം മുഅ്മിനിൻ്റെ സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ, അവൻ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു പോകും. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണ്. ഈ നല്ല മരത്തിൻ്റെ കൊമ്പുകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെ ഇവൻ്റെ അമലുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകും. അത് അള്ളാഹു സ്വീകരിക്കും. അത് ഇടമുറിയാതെ തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഗുണം മറ്റുള്ള ആളുകൾ കൂടി അനുഭവപ്പെടത്തക്കവണ്ണം ഈ മുഅ്മിനായ മനുഷ്യൻ്റെ സ്വഭാവത്തിലും നടപടിയിലും അത് ഫലം ചെയ്യും. മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിലെ മനുഷ്യൻ്റെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പ്രയോജനം കിട്ടും. മറ്റുള്ള ആളുകൾക്ക് അവനൊരു ഉപദ്രോഹമൊന്നും ഏൽക്കില്ല. ഏതുപോലെ നല്ല മരം എപ്പോഴും നല്ല ഫലം നൽകിക്കൊണ്ടിരിക്കുമല്ലോ എന്നതുപോലെ
ഈ മുഅ്മിനായ മനുഷ്യനോ ഈ കലിമത്തുൻ ത്വയ്യിബയുടെ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഗുണം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ആ വചനം നല്ല വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചു അല്ലേ. ആ വൃക്ഷം മുഅ്മിനായ മനുഷ്യനുമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ പ്രകാരം. ഇനി 25-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. 24-ാം ആയത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ 25-ാം ആയത്ത്, അതിൻ്റെ തുടർച്ചയാണ്. തുഅ്തി ഉകുലഹാ, ആ നല്ല മരം തുഅ്തി നൽകിക്കൊണ്ടിരിക്കും, ഉകുലഹാ അതിൻ്റെ ഫലങ്ങൾ, കുല്ല ഹീനിൻ എപ്പോഴും, ബിഇذن റബ്ബിഹാ ആ മരത്തിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതിയോട് കൂടെ. അറിയാം നല്ല മരം എപ്പോഴും ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ 24-ാം ആയത്തിൽ പറഞ്ഞ ഷജറത്തുൻ ത്വയ്യിബ അവിടേക്കാണ് ഇതിൻ്റെ മടക്കം. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വയദ്രിബുല്ലാഹു, അല്ലാഹു തആല അൽ അംസാല, അല്ലാഹു ഇങ്ങനെ ഉപമകൾ പ്രതിപാദിച്ചു കൊടുക്കും, ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ലിന്നാസി ആളുകൾക്ക്. എന്തിന്? ലഅല്ലഹും യതദക്കറൂൻ അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. 26-ാം ആയത്തിൽ കിടക്കാം. ഇനി സത്യനിഷേധത്തിൻ്റെ അതായത് കുഫ്റിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. അവിശ്വാസിയുടെ അവിശ്വാസം അത് അടിയുറപ്പില്ലാത്തതാണ്, അവൻ്റെ കർമ്മങ്ങൾ മോശമാണ്, ഫലശൂന്യവുമാണ്. സത്യനിഷേധത്തിൻ്റെ വാക്ക് ഭൂമിയിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട ചീത്ത മരം പോലെയാണ്, അതിന് സ്ഥിരതയില്ല. ആ മരം നശിച്ചു പോകുന്നത് പോലെ ഇവൻ്റെ വാക്കും നശിച്ചു പോകും. സത്യം സുസ്ഥിരമായി നിലനിൽക്കും, അതിന് ഫലപ്രദമാണ് സത്യം, അതേസമയം അസത്യം അസ്ഥിരമാണ്, ഫലശൂന്യവുമാണ്. 26-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ജുതുസ്സത മിൻ ഫൗഖിൽ അർളി മാ ലഹാ മിൻ ഖറാർ. വമസലു കലിമത്തിൻ ഖബീസ, എന്നാൽ ഖബീസത്തായ മോശമായ ഹീനമായ വചനത്തിൻ്റെ ഉദാഹരണം കശജറത്തിൻ അതൊരു മരം പോലെയാണ്, ഖബീസത്തിൻ മോശമായ ദുഷിച്ച മരം പോലെയാണ്, ഉജുതുസ്സത് അത് പറിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു, മിൻ ഫൗഖിൽ അർളി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട മോശമായ മരം പോലെയാണത്. മാ ലഹാ മിൻ ഖറാർ അതിന് നിലനിൽപ്പില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പറിച്ചെടുത്ത ആ മരത്തിന് നിലനിൽപ്പുണ്ടാവോ? ഇല്ലല്ലോ. മാ ലഹാ ആ മരത്തിനില്ല മിൻ ഖറാറിൻ നിലനിൽപ്പ്, സ്ഥിരത. അതുപോലെയാണ് കലിമത്തുൻ ഖബീസ. കഴിഞ്ഞ പേജിൽ നമ്മൾ 24-ാം ആയത്തിൽ നല്ല വാക്ക് കലിമത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞു, ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റ് കലിമത്തുൻ ഖബീസ എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ നല്ല വാക്കുകളും അതിൽ പെടാം, എല്ലാ മോശമായ വാക്കുകളും കലിമത്തുൻ ഖബീസ എന്നതിലും പെടാം. പക്ഷേ നല്ല വാക്കുകളുടെ കൂടുതൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയതുകൊണ്ട് അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ചീത്ത വാക്കുകളുടെ മുൻപന്തിയിൽ എന്നും ശിർക്കിൻ്റെ കുഫ്റിൻ്റെ വാചകമാണെന്നതുകൊണ്ട് അതാണ് അവിടെയും ഉദ്ദേശം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈമാനിൻ്റെ ഗുണവും പ്രതിഫലവും മുഅ്മിനിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ. നല്ല മരത്തിൽ നിന്ന് ഫലം നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ മുഅ്മിനായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അത് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതും ആ വചനത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നന്മയും ഒക്കെ ഭൂമിയിലുള്ള ആൾക്ക് കിട്ടുകയും ഇത് പറഞ്ഞ ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടേയിരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ സത്യനിഷേധികളുടെ കർമ്മം തിരിച്ചാൽ അത് ഉയർന്നു പോകില്ല. ആ മരത്തിൻ്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയരില്ല, അതിന് സ്ഥിരതയില്ല. ആ വാക്കുകൾക്ക് ഭൂമിയിൽ സുസ്ഥിരമായ വേരുകളില്ല, ആകാശത്തിലെ ശാഖകളില്ല. മനസ്സിലാണ്ടോ? യാ അല്ലാഹ്, കാറ്റുകൊണ്ടോ മറ്റോ പുഴങ്ങി വീഴാത്ത വിധം ഭൂമിയിൽ വേറച്ച് നിൽക്കുന്ന നല്ല തടിയുള്ള ഒടിഞ്ഞും മുറിഞ്ഞും പോകാത്ത അന്തരീക്ഷത്തിൽ തലയുയർത്തി നിൽക്കുന്ന ശാഖകളും മേൽത്തലപ്പുകളുമുള്ള തിന്നാൻ കൊള്ളാവുന്ന ഫലവർഗ്ഗങ്ങൾ എന്നും കിട്ടുന്ന എല്ലാ തരം മരങ്ങളും നല്ല വൃക്ഷം എന്ന് പറഞ്ഞതിൽ പെടാവുന്നതാണ്. അല്ലാഹു തആല ഇവിടെ കലിമത്തുൻ ഷജറത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞിട്ടില്ല, ഏതാ മരം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളീ പറഞ്ഞ ക്വാളിറ്റികളുള്ള എല്ലാ മരവും അതിൽ പെടാം. എന്നാലും ചില ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ ഈത്തപ്പന മരത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ മരത്തിൽ ഷജറത്തുൻ ത്വയ്യിബയിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈത്തപ്പനയാണ് എന്ന് മനസ്സിലാക്കാം. ചില ഹദീസുകൾ അതിന് തെളിവായിട്ടുണ്ട്. നല്ല വൃക്ഷത്തിന് അല്ലാഹു തആല പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഈത്തപ്പനക്ക് പരിപൂർണമായും ഉണ്ട്. ഈത്തപ്പനയുടെ ഫലം അത് ഇതിൻ്റെ ചെറിയ കാലം മുതൽ തന്നെ അത് ഉണങ്ങി കാരക്കയാകുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളിലായി എല്ലാ കാലത്തും ലഭ്യമാണ്, ഹൃദ്യമാണ്, ഭക്ഷിക്കാൻ കൊള്ളാവുന്നതാണ്, ടേസ്റ്റ് ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ നമ്മുടെ സംഭവത്തെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്.
മഹാനവറുകൾ പറയാണ്, ഞങ്ങളൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, ഒരു കടങ്കഥ ചോദിച്ചു. എന്താണെന്നറിയോ? മുസ്ലിമായ മനുഷ്യനോട് സാമ്യമുള്ള, ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇല കൊഴിഞ്ഞു പോകാത്ത, എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് കനി നൽകുന്ന, ഫലം നൽകുന്ന ഒരു മരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കിസ്സാണ്. കടങ്കഥ ചോദിക്കാൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ സഹാബത്തൊക്കെ അങ്ങോട്ട് കൂടി നോക്കി, ഇതേതപ്പം ഈ മരം? എല്ലാവരും മിണ്ടാതിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കിങ്ങനെ തോന്നി, എൻ്റെ മനസ്സിൽ അത് ഈത്തപ്പനയാണ് എന്നിങ്ങനെ തോന്നി. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ആരൊന്നും പറയണില്ല. എന്നെക്കാണ് വലിയ ആൾക്കാരെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ വാപ്പുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, വലിയ വലിയ സ്വഹാബത്ത് ഇരിക്കുന്നുണ്ട്, അവരൊന്നും മുണ്ടണില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഉദാഹരണം, ആ ഉത്തരം അവരൊന്നും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പറയാൻ മടി തോന്നി. വലിയ ആൾക്കാരുണ്ടാകുമ്പോൾ ഞാൻ ഇപ്പം എങ്ങനെ പറയാം? അങ്ങനെ ആരും ഒന്നും പറയാതായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഈത്തപ്പനയാണ്. കണ്ടോ? എന്നിട്ട് ആ സദസ്സ് ഇങ്ങോട്ട് വിട്ടു പോരുമ്പോൾ, ആ സദസ്സ് പിരിഞ്ഞു പോരുമ്പോൾ അബ്ദുള്ള തങ്ങൾ വാപ്പാനോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, വാപ്പാ, അതിൻ്റെ ഉത്തരം ഈത്തപ്പനയാണ് എന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ട് എന്തേ മോനെ നീ അത് പറയാതിരുന്നത്? ഉമർ റളിയല്ലാഹു ചോദിക്കുക, എന്തേ പറയാതിരുന്നത്? അപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്നിനും മറുപടി പറഞ്ഞില്ലല്ലോ, അപമര്യാദയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരുന്നതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മോനെ നീ അത് ആ സദസ്സിൽ പറയുകയാണെങ്കിൽ ഈ വാപ്പാക്ക് എന്തൊരു അഭിമാനമാവും, എന്തൊരു അഭിമാനമാവുമായിരുന്നു. നീ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ലോകത്ത് കിട്ടുന്ന സർവ്വതിനേക്കാട്ടിലും എനിക്കത് ഇഷ്ടമായിരുന്നു എന്ന് മകനോട് പറഞ്ഞു. അപ്പോൾ നമ്മളെ കണക്ക്, നമ്മൾ ആ ഉദാഹരണം പറഞ്ഞത്, ആ സംഭവം പറഞ്ഞത് ഷജറത്തുൻ ത്വയ്യിബയുടെ ഉദ്ദേശം ഈത്തപ്പനയാണ് എന്ന് ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കാരണം എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ മരമാണ് ഈത്തപ്പന. അതേപോലെ ഷജറത്തുൻ ഖബീസ, അതിലേത് മരം പെടാം? വേരുറപ്പില്ലാത്ത, മുകൾ ഭാഗം മാത്രം മണ്ണിൽ വേരുപടർന്ന, മുകൾ ഭാഗത്ത് മാത്രം മണ്ണിൽ വേരുപടർന്ന, നിഷ്പ്രയാസം പറിച്ചെടുക്കാൻ കഴിയുന്ന, വേഗത്തിൽ മറിഞ്ഞു വീഴുന്ന, അതോടൊപ്പം തിന്നാൻ കൊള്ളാത്ത ഫലങ്ങൾ മാത്രം തരുന്ന എല്ലാ മരങ്ങളും ഷജറത്തുൻ ഖബീസ എന്നതിൽ പെടാം. പക്ഷേ അതിന് മുഫസ്സിറുകൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ആട്ടങ്ങയാണ് എന്ന്. കാട്ടുവെള്ളരി എന്ന് പറയും, ആട്ടങ്ങ, അതിന് കാട്ടുവെള്ളരി. അതായത് ഈ ആട്ടങ്ങക്ക് ഈ പറയപ്പെട്ട ഷജറത്തുൻ ഖബീസൊക്കെ പറഞ്ഞ എല്ലാ ദോഷങ്ങളും ഈ ആട്ടങ്ങൾക്കുണ്ട്. ഷജറത്തുൻ ഖബീസയെ കുറിച്ച് അല്ലാഹു തആല അവിടെ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞ എല്ലാ ദോഷങ്ങളും ആട്ടങ്ങൾക്കുണ്ട്. പക്ഷേ അപ്പോൾ ഇവന് ചോദിക്കാം, ആ പ്രത്യക്ഷത്തിൽ അത് മരമല്ലല്ലോ, ആട്ടങ്ങ അല്ലെങ്കിൽ കാട്ടുവെള്ളരി എന്ന് പറയുമ്പോൾ മരം എന്നൊക്കെ പറയാൻ പറ്റുമോ? എൻ്റെ മറുപടി എന്താണെന്നല്ലോ, ഷജറത്ത് എന്ന വാക്ക് സാധാരണഗതിയിൽ മരത്തിനാണ് ഉപയോഗിക്കാറുള്ളത് എങ്കിലും ചെറിയ ചെടികൾ, വള്ളികൾ എന്നിവ ഉദ്ദേശിച്ചും അത് ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ആ പ്രശ്നം തീർന്നില്ലേ? ആകട്ടെ, 27-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ആയത്തിൽ നല്ല വാക്കിൻ്റെ ഉദാഹരണം പറഞ്ഞ ശേഷം ആ നല്ല വാക്കിൻ്റെ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളെ അല്ലാഹു തആല രണ്ട് ലോകത്തും ഒരു ചാഞ്ചല്യവും വ്യതിയാനവും വരുത്താതെ കാത്തു സൂക്ഷിക്കുമെന്നും ഉറപ്പിച്ചു നിർത്തുമെന്നും പറയുകയാണ്. ഇനി അതാ പറയുന്നത്, ഏതു ആപൽഘട്ടത്തിലാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായി കൊണ്ടു നടക്കുന്ന ആളെ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തും. അയാൾ വിശ്വാസം കൈവിടില്ല. എന്തു പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും മർദ്ദനങ്ങളും നേരിട്ടാലും അവർക്ക് ചാഞ്ചാട്ടം സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ അവർ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും മഹ്ശറിലെ ഭയാനകമായ അവസ്ഥകൾ നേരിടുമ്പോഴും പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അവർ പതറുകയില്ല. ഇതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന മഹാന്മാരായ സ്വഹാബികൾ, അവരുടെ സംഭവങ്ങൾ, വിശേഷിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, അല്ലേ, ഇവരെ പോലെയുള്ള ആദ്യകാല സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളതിന് സാക്ഷ്യമാണ്. എത്രയോ കൊടിയ ക്രൂര മർദ്ദനങ്ങൾ നേരിടുമ്പോഴും അഹദ് അഹദ് എന്ന് പറഞ്ഞ് സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആ സ്വഹാബികൾ. അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തുകയാണ്. അതാണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വയുദല്ലുല്ലാഹു അൽ-ളാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. യുസബ്ബിതുല്ലാഹ്, അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തും. അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തും ആരെ? അല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ. എന്തുകൊണ്ട്? ബിൽ ഖൗലി സാബിതി, ദൃഢീകൃത വചനം കൊണ്ട്, സ്ഥിരമായ വചനം കൊണ്ട്, സ്ഥിരപ്പെടുത്തി നിർത്തുന്ന, ഉറപ്പിച്ചു നിർത്തുന്ന വചനം കൊണ്ട്. അതാണ് ഖൗലി സാബിത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നർത്ഥം. ദൃഢീകൃതമായ വചനം കൊണ്ട്, സ്ഥിരമായ വചനം കൊണ്ട് അല്ലാഹു തആല സത്യവിശ്വാസികൾ ഉറപ്പിച്ചു നിർത്തും. എപ്പോ, എവിടെ?
ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത്, വഫിൽ ആഖിറത്തി, പരലോകത്ത്. അവർക്ക് പേടിക്കാനില്ല. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നടക്കുന്ന ആളുകളാണ്. മാഷാ അല്ലാഹ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാതെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് പറയാം, വയുളില്ലുല്ലാഹു ളാലിമീൻ, അതിക്രമം ചെയ്യുന്ന ആളുകൾ അള്ളാഹു തആല ദുർമാർഗത്തിലാക്കുന്നു. വയഫ്അലുല്ലാഹു മാ യശാ, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യും. ഞാനാരാ ചോദ്യം ചെയ്യാൻ? എല്ലാം അള്ളാഹിൻ്റെ അല്ലേ, അനിഷ്ടമുള്ള ചെയ്യാൻ. വയഫ്അലുല്ലാഹു, അള്ളാഹു തആല ചെയ്യും, മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖബറിൽ വെച്ച് സത്യവിശ്വാസി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കും ആ സത്യവിശ്വാസി. അതാണ് ഇസബ്ബത്തുല്ലാഹു എന്ന് പറഞ്ഞ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ഈ ഖൗല് കൊണ്ട് അല്ലാഹു തആല നമ്മൾ ഉറപ്പിച്ച് നിർത്തുമെന്നർത്ഥം. ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ, ഫിൽ ആഖിറ, രണ്ടിടത്തും. വയഫ്അലുല്ലാഹു മാ യശാ, സകല വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ പിന്നെ അവൻ ഉദ്ദേശിച്ചെന്തും ചെയ്യാലോ. ഉദ്ദേശിച്ച് ചെയ്യാൻ അവന് അധികാരമുണ്ട്, ന്യായമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമല്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. സൂറത്തുൽ അംബിയായിലെ 23-ാമത്തെ ആയത്താണ്. അള്ളാഹു ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാവതല്ല. എന്നാൽ അള്ളാഹു നമ്മളെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യാവുന്നതുമാണ്, ചോദ്യം ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ച് വയഫ്അലുല്ലാഹു മാ യശാ, ഇഷ്ടമുള്ളത് അള്ളാഹു ചെയ്യുമെന്ന് വെച്ചിട്ട് നിങ്ങൾ ബേജാറാണ്ട. അനീതി അള്ളാഹിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അനീതി അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. അത് അള്ളാഹു തന്നെ പല സ്ഥലത്തും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. വലാ യദ്ലിമു റബ്ബുക അഹദ, അള്ളാഹു ഒരാളോടും അതിക്രമം കാണിക്കുകയില്ല. സൂറത്തുൽ കഹ്ഫിലെ 43-ാമത്തെ ആയത്ത്, 49-ാമത്തെ ആയത്ത്. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, സൂറത്തു ആല ഇംറാൻ 108-ാമത്തെ ആയത്ത്. അള്ളാഹു മാലോകരുടെ അതിക്രമം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ ചെയ്യുമെന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ് എന്ന് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിൻ്റെ താല്പര്യം മനസ്സിലായല്ലോ. ഇത്തരം ആയത്തുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? അതിക്രമം അള്ളാഹിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല, നീതിയുക്തമായ കാര്യങ്ങൾ യുക്തിഭദ്രമായി അള്ളാഹു ചെയ്യുമെന്നർത്ഥം. ശരി, ഇനി 28ഉം 29ഉം ആയത്തിലേക്ക് കിടക്കാം. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തത്. അന്ത്യപ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരിൽ നിന്നാണ് അവൻ നിയോഗിച്ചത്. അവരുടെ ഭാഷയിൽ തന്നെയാണ് ദിവ്യഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്. എന്ന് മാത്രമല്ല, ആ നാടിൻ്റെ നേതൃത്വം മക്കക്കാരായ ആളുകൾക്ക്, ഖുറൈശികൾക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ ആളുകൾക്ക്, പല ഗോത്രങ്ങൾക്ക് നൽകി. യുദ്ധത്തിൻ്റെ പേടിയോ മറ്റോ കൂടാതെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരവും സൗകര്യവും ചെയ്തു കൊടുത്തു. അവരെ പരിശുദ്ധമായ കഅബയുടെ പരിപാലകന്മാരാക്കി. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം അവർ വലിയ തോതിൽ നന്ദി ചെയ്യേണ്ട ആളുകളായിരുന്നു. എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടിയിരുന്നത്? അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹു അയച്ച റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കണം, അങ്ങനെ ജീവിക്കണം. പക്ഷെ എന്താണ് അവർ ചെയ്തത്? നേരെ വിപരീതമാണ് ചെയ്തത്. കുഫ്രിൽ ഉറച്ചു നിന്നു, ഷിർക്കിൽ കഴിഞ്ഞുകൂടി. ഈ അനുഗ്രഹങ്ങളെല്ലാം ഷിർക്കിൻ്റെയും കുഫ്രിൻ്റെയും മാർഗത്തിൽ വിനിയോഗിച്ചു. മറ്റുള്ള ആളുകളെ കൂടി വഴിതെറ്റിച്ചു. അങ്ങനെ അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിച്ച് നരകാവകാശികളാക്കുകയും ചെയ്തു. അതാണ് ഇനി പറയുന്നത് 28ഉം 29ഉം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റൻ വഅഹല്ലൂ ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ ബിഅസൽ ഖറാർ. അലം തറ, നബിയെ അങ്ങ് കാണുന്നില്ലേ? ഇലല്ലദീന, ഒരു വിഭാഗം ആളുകളിലേക്ക്. ബദ്ദലൂ, അവർ മാറ്റിമറിച്ചിട്ടുണ്ട്, പകരമാക്കിയിട്ടുണ്ട്. എന്തിന്? നിഅമത്തല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്, കുഫ്റൻ, കുഫ്റിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയ്ക്കു പകരം കൃതജ്ഞത കാട്ടിയ ആളുകളെ താങ്കൾ കാണുന്നില്ലേ? ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റൻ, അള്ളാഹു നിഅമത്തുകളെ കുഫ്റാക്കി മാറ്റിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ആ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യേണ്ടതിന് പകരം കുഫ്റ് കൊണ്ട് നടന്ന ആളുകളെ അങ്ങ് കാണുന്നില്ലേ? പിന്നെ മാത്രമല്ല, വഅഹല്ലൂ ഖൗമഹും, അവരുടെ സമൂഹത്തെ നിപതിപ്പിക്കുകയും ചെയ്ത ആളുകളെ. എവിടെ? ദാറുൽ ബവാർ, നാശത്തിൻ്റെ സങ്കേതത്തിൽ, അതായത് നരകത്തിൽ. ദാറുൽ ബവാർ എന്ന് പറഞ്ഞാൽ നാശത്തിൻ്റെ സങ്കേതം, അതായത് നരകം. അപ്പോൾ നാശത്തിൻ്റെ സങ്കേതമായ നരകത്തിൽ സ്വന്തം ജനതയെ ആപതിപ്പിക്കുകയും ചെയ്ത ആളുകളെ താങ്കൾ കാണുന്നില്ലേ? വഅഹല്ലൂ, അവർ വീഴ്ത്തി നടത്തും, ആപതിപ്പിച്ചു, നിപതിപ്പിച്ചു, വീഴ്ത്തിക്കളഞ്ഞു അവരുടെ ഖൗമുകളെ, എന്നാൽ വഴിതെറ്റിച്ചിട്ട്. എവിടെ? ദാറുൽ ബവാർ, നരകത്തിൻ്റെ വീട്ടിൽ.
അതായത് വിശദീകരിക്കുകയാണ്, ഏതാണ് ദാറുൽ ബവാർ? ജഹന്നം, നരകത്തിൽ. അതായത് നരകത്തിൽ. യസ്ലൗനഹ, ആ നരകത്തിൽ അവർ പ്രവേശിക്കും. വബിഇസൽ ഖറാർ, അത് എത്ര ദുഷിച്ച സങ്കേതമാണ്. വബിഇസൽ ഖറാർ, ആ നരകം എത്ര ദുഷിച്ച സങ്കേതമാണ്. ഖറാർ എന്ന് പറഞ്ഞാൽ സങ്കേതം എന്ന് പറയും. യസ്ലൗനഹ, ആ നരകത്തിൽ അവർ പ്രവേശിച്ച് അവർ നരകിക്കുമെന്നർത്ഥം. ഇവിടെ 3 ഗുരുതരമായ പാതകങ്ങളാണ് മക്കക്കാർ ചെയ്തത് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഒന്ന്, കൃതജ്ഞതയും നിഷേധവും. അനുഗ്രഹങ്ങളുടെ ഒന്നും മൂല്യം കാണാൻ അവർക്ക് സാധിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചു എന്നത് തന്നെ വലിയ നിഅമത്താണ്. അതൊന്നും അവർ കണ്ടില്ല. മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിക്കുക കൂടി ചെയ്തു അവർ. രണ്ടാമതായി, സ്വയം നാശം വരിക്കുക മാത്രമല്ല അവർ ചെയ്തത്, സ്വയം പിഴച്ചു പോവുക മാത്രമല്ല അവർ ചെയ്തത്, ആ നാശത്തിലേക്ക് മറ്റുള്ള ആളുകളെ കൂടി വിളിച്ചു വരുത്തി, മറ്റുള്ള ആളുകളെ കൂടി അതിലേക്ക് വലിച്ചഴച്ചു. സന്മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിച്ച ആളുകളുടെ മുമ്പിൽ തടസ്സം സൃഷ്ടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ച ആളുകളെ പരമാവധി പിന്തിരിപ്പിച്ചു. അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരാൾ പറഞ്ഞു അയാളെക്കുറിച്ച് കേൾക്കരുതെന്ന് പറഞ്ഞു, അയാൾ പറയുന്നത് കേൾക്കരുതെന്ന് പറഞ്ഞു, പിന്തിരിപ്പിച്ചു, ആളുകളെ മുഴുവൻ വഴിതെറ്റിച്ചു. മൂന്നാമതായി പറയാൻ ഉള്ള കാര്യമാണ് 30-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്. അതായത് ഏകനായ അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്നവർ പറഞ്ഞു പരത്തി. അതവർ അംഗീകരിക്കുകയും ചെയ്തു. ഈ 3 കാര്യങ്ങളാണ് അവർ ചെയ്ത് ഗുരുതരമായ തെറ്റ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. 30-ാമത്തെ ആയത്ത് നോക്കാം. മക്കയിലെ നിഷേധികൾ അള്ളാഹുവിന് പങ്കുകാരെ സ്ഥാപിച്ചു. എല്ലാ ദൈവവിശ്വാസികളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഫലമോ, അവർ സ്വയം സന്മാർഗത്തിൽ നിന്ന് തെറ്റുന്നു, അതോടൊപ്പം മറ്റുള്ളവരും കൂടെ ആ സന്മാർഗത്തിലേക്ക് അടുക്കാനാവാതെ പരാജിതരായി പോകുന്നു. അള്ളാഹു കുറേ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് 28-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു. ആ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് സുഖാഡംബരങ്ങളിൽ മുഴുകി അവരങ്ങനെ കൂത്താടി കഴിയട്ടെ എന്നൊരു ഭീഷണിയുടെ സ്വരമാണ് ഇനിയുള്ള 30-ാമത്തെ ആയത്തിലുള്ളത്. എത്ര ധിക്കാരികളായി അഹങ്കാരികളായി ജീവിച്ചാലും നരകമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് അവരുടെ ശാശ്വതമായ ഗേഹം. ധിക്കാരികളായി കൊണ്ടുള്ള ഈ ജീവിതം അധിക നാൾ നീണ്ടു നിൽക്കില്ല എന്നൊരു ഭീഷണി അതിലുണ്ട്. 30-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅലൂ ലില്ലാഹി അൻദാദൻ ലിയുദല്ലു അൻ സബീലിഹി ഖുൽ തമത്തഉ ഫഇന്ന മസീറകും ഇലന്നാർ. വജഅലൂ, അവർ സ്ഥാപിച്ചു, ലില്ലാഹി, അല്ലാഹുവിനെ അവർ സ്ഥാപിച്ചു, അൻദാദ, പങ്കുകാർ സ്ഥാപിച്ചു. അൻദാദൻ എന്ന് പറഞ്ഞാൽ പങ്കുകാർ. എന്തിനാ അങ്ങനെ സ്ഥാപിച്ചത്? ലിയുദല്ലു അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ പന്താവിൽ നിന്ന് മറ്റുള്ളവർ വഴിതെറ്റിക്കാൻ. ലിയുദല്ലു, അവർ വഴിതെറ്റിക്കാൻ. അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന്. എന്നിട്ട് അവരോട് പറയപ്പെടും, ഖുൽ, നബിയെ താങ്കളവരോട് പറഞ്ഞേക്കൂ, തമത്തഉ, നിങ്ങളങ്ങനെ ആസ്വദിച്ച് ജീവിച്ചോളൂ, നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തുകൾ, ആ സുഖാസ്വദനങ്ങൾ അങ്ങനെ അനുഭവിച്ച് ജീവിച്ചോളൂ. എത്ര നിങ്ങൾ എങ്ങനെ പോയാലും ഫഇന്ന മസീറക്കും, തീർച്ചയായും നിങ്ങളുടെ മടക്കം ഇലന്നാർ, നരകത്തിലേക്ക് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഖുൽ തമത്തഉ ഫഇന്ന മസീറക്കും ഇലന്നാർ. ഈ താക്കീത് നേരെ അഭിസംബോധന ചെയ്യുന്നത് മക്കാ മുശ്രിക്കുകളെയാണെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന, അവിശ്വാസം കൊണ്ട് നടക്കുന്ന എല്ലാ തമ്മാടികൾക്കും ധിക്കാരികൾക്കും ഇത് ബാധകമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി നമ്മൾ 31-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. സത്യനിഷേധികളായ ആളുകളെ പറ്റി പറഞ്ഞ ശേഷം സത്യവിശ്വാസികളുടെ കാര്യം പറയുകയാണ്. ഇസ്ലാമിൻ്റെ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവരെ ഉത്ബോധനം ചെയ്യുകയാണ്. അങ്ങനെ സഞ്ചരിക്കാൻ അവരെ ഉത്ബോധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അവരോട് പറയുന്നത് ഇതൊക്കെയാണ്: നിങ്ങൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം, രഹസ്യമായും പരസ്യമായും ഒക്കെ ദാനധർമ്മങ്ങൾ ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആദ്യത്തേത് ശാരീരികമായ പരീക്ഷണമാണ്, രണ്ടാമത്തേത് സാമ്പത്തികമായ പരീക്ഷണമാണ്. സത്യവിശ്വാസി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കർമ്മങ്ങളാണല്ലോ നിസ്കാരം, ദാനധർമ്മം. നിസ്കാരത്തെ പറ്റി പറയുന്ന മിക്ക സ്ഥലങ്ങളിലും അല്ലാഹു തആല ദാനധർമ്മങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. ചിലടത്ത് സക്കാത്തിനെ കുറിച്ച് പറയാറുണ്ട്, അല്ലേ? നിസ്കാരവും സക്കാത്തും നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയാറുണ്ട്. ഇവിടെ പൊതുവേ ചില വഴിക്കതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഇഹലോകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾ പോലും പരലോകത്ത് ചൊല്ലുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ സന്നദ്ധനാവും. കാരണം അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ എന്തു കാര്യം? ആർക്ക് വേണം അവിടെ ദാനധർമ്മങ്ങൾ? ആർക്ക് വേണം അവിടെ അമലുകൾ? അവിടെ ഇടപാടുകൾ നടക്കാത്ത ലോകമാണ്. ഈ ലോകത്താണ് ഇടപാടുകൾ നടത്തേണ്ടിയിരുന്നത്. ഈ ലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ അടുത്ത ബന്ധുവിനോ നമ്മുടെ ചങ്കായ സുഹൃത്തിനോ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
സൽക്കർമ്മങ്ങൾ മാത്രമേ അത് ഉപകാരപ്പെടൂ. അതുകൊണ്ട് പരമാവധി ഇവിടുന്ന് സമ്പാദിച്ചു വെക്കണം. ഇതൊക്കെയാണ് അള്ളാഹു തആല പറഞ്ഞു തരുന്നത്. ഇങ്ങനെ പറയാൻ മുഅ്മിനോട് പറയാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. قل നബിയെ അങ്ങ് പറയണം, ലിഇബാദി എൻ്റെ അടിമകളോട് പറയണം, അല്ലദീന എങ്ങനെയുള്ള അടിമകളാണ്, ആമനു സത്യവിശ്വാസം സ്വീകരിച്ച. അപ്പോൾ സത്യവിശ്വാസികൾ ആളുകളോട് പറയണം, യുഖീമുസ്സലാത്ത അവർ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കട്ടെ. നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കാനോട് പറയണം. വയുൻഫിഖു ചെലവഴിക്കാനും പറയണം. മിമ്മാ റസഖ്നാഹും നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്ന് സിർറൻ രഹസ്യമായും വഅലാനിയത്തൻ പരസ്യമായും. എപ്പോ മിൻ ഖബ്രി വരുന്നതിന് മുമ്പ് അയ്യത്തിയ വരുന്നതിന് മുമ്പ്, യൗമൻ ഒരു ദിവസം വരുന്നതിന് മുമ്പ്. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ലാ ബൈഉൻ ഫീഹി ആ ദിവസത്തിൽ ഒരു ക്രയവിക്രയവും ഇല്ല. വലാ ഖിലാലുൻ ഒരു സൗഹൃദവും ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു ക്രയവിക്രയവും നടക്കാത്ത, ഒരു സൗഹൃദവും ഫലദായകമല്ലാത്ത, ഉപകാരപ്പെടാത്തൊരു ദിവസം വരുന്നതിന് മുമ്പ് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കാനും നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാനും എൻ്റെ അടിമകളോട് അങ്ങ് പറഞ്ഞേക്കണം. ബൈഉൻ എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നാണ് പറയുന്നത്, ഇടപാട്, വിൽപ്പന എന്നൊക്കെ അങ്ങനെ ക്രയവിക്രയങ്ങൾ എന്ന് പറഞ്ഞു. ഖിലാൽ എന്ന് പറഞ്ഞാൽ സൗഹൃദം. അപ്പം അതൊന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങളിങ്ങനെ ചെയ്യണം. വയുൻഫിഖൂന മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ രഹസ്യമായും പരസ്യമായും നമ്മൾ ധനം ചെലവഴിക്കണം. അത് ആവശ്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ചായിരിക്കണം ആ ചെലവഴിക്കുന്നത്. പരസ്യമായി ചെലവഴിക്കുമ്പോൾ കിബർ വരാൻ പാടില്ല, റിയാ വരാൻ പാടില്ല എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കൊടുത്തത് പോയി കിട്ടും എന്നല്ലാതെ വേറൊരു ഫലം അതിനുണ്ടാവില്ല. സൂറത്തുൽ ബഖറ 274 ആയത്ത് പഠിച്ചപ്പോൾ നമ്മൾ ആ കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. നമ്മൾ 32 ആയത്തിലേക്ക് കടക്കുകയാണ്. നിഷേധികളെയും വിശ്വാസികളെയും കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു തആല ഇനി മറ്റു ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അള്ളാഹുവിൻ്റെ ഏകത്വവും കാരുണ്യവും വിളിച്ചോതുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. എല്ലാവരും നിത്യേന കണ്ടും കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ. ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടിപ്പ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, സസ്യലതാദികളും ഫലവൃക്ഷങ്ങളും മുളച്ച് പൊന്തി വളർന്ന് കായ്ക്കനികൾ നൽകുന്നത്, വിശാലവും അഗാധവുമായ ആഴിക്കടലിലൂടെ കപ്പലുകളും മറ്റും സഞ്ചരിക്കുന്നത്, സൂര്യചന്ദ്രന്മാരുടെയും രാപ്പകലുകളുടെയും ഭ്രമണവും മാറി മാറി വരുന്ന പ്രതിഭാസവും, ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങൾ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ. ഓരോന്നിനെക്കുറിച്ചും ചിന്തിക്കാനും പഠിക്കാനും എത്രയോ ഉണ്ട് അല്ലേ. ഇന്നിപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ പ്രത്യേകമായ ശാസ്ത്രശാഖകളുണ്ട്, പ്രത്യേകമായ സിലബസുകളുണ്ട്, പഠനരീതികളുണ്ട്, ഗവേഷണ രീതികളുണ്ട്. മാഷാ അല്ലാഹ്. ഇത് ഇത്രയൊന്നും ഉയർന്നു ചിന്തിക്കാതെ തന്നെ സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അസ്തിത്വവും സൃഷ്ടി വൈഭവവും മനസ്സിലാക്കി തരുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങൾ, ഇത്തരം അനുഗ്രഹങ്ങൾ നിത്യം കാണുന്ന ആൾ, നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ, ആ മനുഷ്യൻ വീണ്ടും അള്ളാഹുവിനെ അംഗീകരിക്കാതെ മറ്റാരെയൊക്കെയോ അംഗീകരിക്കുകയാണ്, മറ്റാരെയൊക്കെയോ ആരാധിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുകയാണ്. വല്ലാത്ത കഷ്ടമല്ലാതെ എന്തു പറയാൻ. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലക്കും വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹ്രി ബിഅംരിഹി വസഖറ ലക്കുമുൽ അൻഹാർ. അല്ലാഹു അല്ലദീ ഒരുവനാണ് ഖലഖ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്, അസ്സമാവാതി ആകാശങ്ങളെ, വൽ അർള ഭൂമിയെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹു. പിന്നെന്തിനാണ് നിങ്ങൾ വേറെ ഒരാളെ ആരാധിക്കുന്നത്? പിന്നെ നിങ്ങൾ വേറെ ബിംബങ്ങളെ ആരാധിക്കുന്നത്? നിങ്ങളെന്തിനാണ് അവൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നത്? മാത്രമല്ല അൻസല അവൻ ഇറക്കി തന്നിരിക്കുന്നു മിനസ്സമാഇ അന്തരീക്ഷത്തിൽ നിന്ന് മാഅൻ വെള്ളം, കാരണം മഴ വർഷിച്ചു തന്നിരിക്കുന്നു. എന്നിട്ടോ ഫഅഖ്റജ ബിഹി ആ മഴവെള്ളം കൊണ്ട് അവൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, മിനസ്സമറാത്തി ഫലവർഗ്ഗങ്ങൾ. എന്തിന്? റിസ്ഖൻ ലക്കും നിങ്ങൾക്ക് ഭക്ഷണത്തിനായി, നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി ആ മഴവെള്ളം കൊണ്ട് സമറാത്തുകൾ, കായ്ക്കനികൾ, ഫലവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നു.
മാത്രവുമല്ല വസഖറലക്കും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു അൽ ഫുൽക കപ്പലിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. കപ്പലെന്ന് പറഞ്ഞാൽ എല്ലാം വെള്ളത്തിൽ ഉപയോഗിക്കുന്ന എല്ലാം, വെള്ളത്തിൽ ഓടുന്ന എല്ലാം. എന്തിന്? ലിതജ്രിയ ഫിൽ ബഹരി ബി അംരി, അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് സമുദ്രയാത്രക്കായി. ലിതജ്രിയ ഫിൽ ബഹരി, കടലിൽ സഞ്ചരിക്കുന്നതിനായി. ബി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കടലിൽ സഞ്ചരിക്കുന്നതായി ആ കപ്പലുകളെ നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്നതിന് വേണ്ടി കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. പിന്നെയോ സഖറലക്കും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു അൽ അൻഹാർ, നദികളും പുഴകളും തോടുകളും കായലുകളും ഒക്കെ നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ഉപയോഗിക്കാനുള്ള സംവിധാനം അല്ലാതെ ചെയ്തു തന്നിരിക്കുന്നു. അതാണ് കീഴ്പ്പെടുത്തി തരാന്ന് പറഞ്ഞാൽ. 33-ാമത്തെ ആയത്ത് നോക്കൂ. ആ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞ് തുടരുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ. വസഖറ ലക്കും നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു അശംസ സൂര്യനെ, വൽ ഖമറ ചന്ദ്രനെയും, ദാഇബൈൻ നിരന്തരമായി ചലിക്കുന്നതായി. അപ്പം നിരന്തരമായി ചലിക്കുന്ന സൂര്യചന്ദ്രന്മാരെ അള്ളാഹു തആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ദാഇബൈൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായി ചലിക്കുന്ന എന്നർത്ഥം. വസഖറ ലക്കും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലൈല രാത്രിയെ, വന്നഹാറ പകലിനെയും. സഖറ ലക്കും ഇതെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ജീവിത രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന് നിയന്ത്രണവും കൈകാര്യവും അല്ലാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ചന്ദ്രനിലോ ചൊവ്വയിലോ മറ്റൊക്കെ പോയിട്ട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്താനും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനും മനുഷ്യന് കഴിയുന്നത് ഈ ഒരു തസ്ഖീർ ഉണ്ടായതുകൊണ്ടാണ്. ഈ ഒരു കീഴ്പ്പെടുത്തി തന്നത് വിധേയമാക്കി തരാവുന്ന പരിപാടി ഉണ്ടായതുകൊണ്ടാണ്. അത് അള്ളാഹു ചെയ്തത് വലിയ അനുഗ്രഹമാണ്. എല്ലാം നമുക്ക് കീഴ്പ്പെടുത്തി തന്നു, നമുക്ക് ഉദ്ദേശിക്കുന്നവർ ഉപയോഗിക്കാൻ കഴിയുന്നതാക്കി തന്നു എന്നർത്ഥം. അപ്പോൾ ഭൂമിയുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കുന്നു. ഭൂമി നമ്മൾ എന്ത് കിളച്ചാലും കുത്തിയാലും പിന്നെ മാന്തിയാലും ഒന്നും ഇളകാത്ത രൂപത്തിൽ ഉറച്ച രൂപത്തിലാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? ഇല്ല, നമുക്ക് എല്ലാത്തിനും കഴിയും. എല്ലാത്തിനും പറ്റുന്ന രൂപത്തിലാക്കി ഓടാനും ചാടാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാനും കുഴിക്കാനും ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി പരീക്ഷകൾ നടത്താനും വെള്ളം തേടിയെടുക്കാനും ഒരുപാട് നിയമത്തുകൾ മാഷാ അല്ലാഹ്. സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം തറൂ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന. ആകാശഭൂമികളത് മുഴുവനും എന്ന പ്രപഞ്ചത്തിൽ മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവൻ പ്രത്യക്ഷമായും പരോക്ഷമായും വിശാലമാക്കി തരികയും ചെയ്തിരിക്കുന്നു. മാഷാ അല്ലാഹ്. സൂറത്തുൽ ലുഖ്മാൻ 20-ാമത്തെ ആയത്ത്. വിശാലമായ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ചെയ്തു തരുന്നത് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ തുടങ്ങിയത് കണക്കാക്കാൻ കഴിയില്ല, തീരുകയില്ല. സൂറത്ത് ഇബ്രാഹിം 34-ാമത്തെ ആയത്ത്. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാൾ അയാളെ ആയുഷ്കാലം മുഴുവൻ എടുത്ത് അള്ളാഹു അയാൾക്ക് മാത്രം ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണിത്തീർക്കാൻ ശ്രമിച്ചാൽ തന്നെ കഴിയില്ല. അപ്പോൾ പിന്നെ മനുഷ്യർക്ക് നൽകിയ പൊതുവെയുള്ള അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ആർക്കാണ് എണ്ണിക്കണക്കാക്കാൻ കഴിയുക? ഇങ്ങനെയാണ് കാര്യങ്ങളെന്നിരിക്കെ അള്ളാഹുവിനെ വിശ്വസിക്കാതെ അള്ളാഹുവിനെ പങ്കുകാരെ ഉണ്ടാക്കി അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നിയമവിലക്കുകൾ അവഗണിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എന്ത് അതിക്രമമാണ് ചെയ്യുന്നത്? അതാണ് അല്ലാഹു തആല സൂറത്ത് ഇബ്രാഹിം 34 അവസാന ഭാഗത്ത് പറയുന്നത്, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. തീർച്ചയായും മനുഷ്യൻ വല്ലാത്ത അക്രമിയാണ്, വല്ലാത്ത നന്ദികേട് കാണിക്കുന്നവനുമാണ്. മനുഷ്യൻ്റെ പൊതുവെയുള്ള അവസ്ഥയാണ് അല്ലാഹു തആല പറഞ്ഞത്. അതേസമയം അള്ളാഹുവിന് നന്നായി നന്ദി ചെയ്യുന്ന പരിപൂർണമായി കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ന്യൂനപക്ഷമാണെന്ന് മാത്രം. സൂറത്തു സബ 13 അല്ലാഹു തആല പറയുന്നത് പോലെ വഖലീലും മിൻ ഇബാദിയ ശുക്കൂർ. എൻ്റെ അടിമകളിൽ നന്ദിയുള്ള ആളുകൾ വളരെ കുറവാണ്. അല്ലാഹു തആല നമ്മൾ ആ ഖലീലിൽ പഠിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാനെ. നിൻ്റെ സ്വാലിഹീങ്ങളായ ശാക്കിരീങ്ങളായ അടിമകൾ ഞങ്ങളെയും ചേർത്തി തരണേ അല്ലാഹ്. ഞങ്ങളീ പഠിച്ചതൊക്കെ ആഖിറത്തിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വലിയ അമലുകളായി മാറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഉമ്മമാർ ഉസ്താദുമാർ വേണ്ടപ്പെട്ടവർ മുഫസ്സിരീങ്ങൾ പണ്ഡിതന്മാർ സഹോദര സഹോദരിമാർ എല്ലാവർക്കും ഈ ഖൈറും സലാമത്തും സന്തോഷവും നൽകണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരും ആഖിറത്ത് നന്നാക്കണം അല്ലാഹ്. ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടത്തണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങളും ശിഫാക്കി തന്നെ തമ്പുരാനെ.
اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും ദുആ ചെയ്യണം ഈ ക്ലാസിൻ്റെ പ്രചാരണം നിങ്ങൾ ഏറ്റെടുക്കണം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ജസാക്കുമുല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു